Hi friends, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഒരു ഹോട്ടൽ സ്റ്റൈൽ തക്കാളിയും ഉള്ളിയൊക്കെ ചേർത്തിട്ടുള്ള നല്ലൊരു അടിപൊളി ചട്നിയാണ് കാണിക്കുന്നത്. അതിൽ പരിപ്പൊക്കെ ചേർത്തിട്ടുണ്ട്. ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ അതിനു മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ അതിനടുത്തുള്ള ആ ഒരു ബെൽ ഐക്കൺ പ്രസ് ചെയ്താലാണ് നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 4 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. നല്ല പഴുത്ത നല്ല റെഡ് കളറുള്ള തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ഇതിന് ഗ്രാം കണക്കിന് പറയുകയാണെങ്കിൽ 250 ഗ്രാം, അതായത് 1/4 കിലോ തക്കാളിയാണ് വേണ്ടത്. ഇനി ഈ തക്കാളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞു വയ്ക്കുക. പിന്നെ വേണ്ടത് സവാളയാണ്. സവാള ഇതിൽ കാണുന്ന ഇത്രയും വേണ്ടു, കാരണം തക്കാളിയുടെ അളവാണ് കൂടുതൽ വേണ്ടത്. ഇത് ഒരു സവാളയും പിന്നെ ഒരു സവാളയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. ഗ്രാം കണക്കിന് പറയുകയാണെങ്കിൽ ഒരു 75 ഗ്രാം സവാള ഉണ്ടായിരിക്കും കേട്ടോ. ഇത് കൂടി പോകരുത്. അപ്പോൾ ഇത്രയാണ് എടുക്കാവൂ. പിന്നെ ഇതിലേക്ക് ക്യാരറ്റാണ് വേണ്ടത്. ക്യാരറ്റ് ഒരു മീഡിയം സൈസിലുള്ള ക്യാരറ്റിൻ്റെ പകുതി വെച്ചിട്ട് എടുത്താൽ മതി കേട്ടോ. ഇത് ഗ്രാം കണക്കിന് പറയുകയാണെങ്കിൽ ഒരു 40-45 ഗ്രാംസ് ഉണ്ടായിരിക്കും. അപ്പോൾ അത്രയും എടുത്താൽ മതി. അതിങ്ങനെ നൈസായിട്ട് നീളത്തിൽ അരിഞ്ഞെടുക്കുക. നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണം. ക്യാരറ്റ് ചേർക്കുന്നതുകൊണ്ട് നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും. പിന്നെ നല്ലൊരു എന്താ പറയുക, നല്ല കട്ടിയിലുള്ള നല്ല ചട്നി ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ഇതിൻ്റെ ടേസ്റ്റ് വേറെ അറിയൊന്നുമില്ല കേട്ടോ. ബാക്കി ഇൻഗ്രീഡിയൻസൊക്കെ ഉണ്ടാക്കുമ്പോൾ പറയാം. ഇപ്പോൾ ഇതൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കാം. എണ്ണ നിങ്ങൾക്ക് വെളിച്ചെണ്ണയോ റിഫൈൻഡ് ഓയിലോ ഏത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ തുവരപ്പരിപ്പാണ് ചേർത്തിരിക്കുന്നത്. കടലപ്പരിപ്പല്ല കേട്ടോ, ശ്രദ്ധിക്കണം. പിന്നെ വേണ്ടത് 1.5 ടേബിൾ സ്പൂൺ പൊട്ടുകടല. പൊട്ടുകടല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചട്നി ദാൽ എന്നൊക്കെ പറയില്ലേ, റോസ്റ്റഡ് ഗ്രാം, അതാണ് പൊട്ടുകടല. അത് നമ്മൾ കോക്കനട്ട് ചട്നിയിലൊക്കെ ഉപയോഗിക്കുമല്ലോ, ഹോട്ടൽ സ്റ്റൈൽ ചട്നിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കില്ലേ, അത് തന്നെയാണ്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ പൊട്ടുകടല അല്ലെങ്കിൽ റോസ്റ്റഡ് ചന്ന ദാൽ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ അതില്ലാതെയും ഇത് ഉണ്ടാക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് തന്നെയാണ്. പക്ഷെ അതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും കൂടി ചേർത്തിട്ട് അരയ്ക്കുക. അപ്പോൾ നല്ല കൂടുതൽ ടേസ്റ്റ് കിട്ടും. ഇനി ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ ഉഴുന്നാണ് ചേർത്തിരിക്കുന്നത്. ആ പരിപ്പൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള ഉണക്കമുളക് ചേർക്കാം. ഞാൻ കുറച്ച് എരിവുള്ള മുളകും കുറച്ച് കാശ്മീരി ചില്ലിയാണ് ചേർത്തിരിക്കുന്നത്. അതും കൂടി ചേർത്തിട്ട് ഒന്ന് വറുക്കാം. പിന്നെ ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ് ചേർത്തിരിക്കുന്നത്. ഇഞ്ചി അധികമായി പോകരുത്, ഇതിൽ കാണിച്ചാൽ അത്രയും മതി കേട്ടോ. ഇഞ്ചിയും കൂടി ചേർക്കുക. ഇഞ്ചി ഒന്ന് അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇടാം. കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സവാള നീളത്തിൽ അരിഞ്ഞത് നൈസായിട്ട് അരിഞ്ഞിട്ട് ചേർക്കണം കേട്ടോ. അതും കൂടി ചേർത്തിട്ട് നല്ലൊരു ഗോൾഡൻ കളർ ആവുന്നവരെ നന്നായിട്ട് വഴറ്റുക. നന്നായിട്ട് സവാള മൂക്കണം. അപ്പോൾ സവാള ഒന്ന് നിറം മാറി വരുമ്പോൾ ഇതിലേക്ക് ആ ക്യാരറ്റും കൂടിയും ചേർത്തിട്ട് രണ്ടും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റണം. ക്യാരറ്റും നന്നായിട്ട് വഴറ്റുക. ഇപ്പോൾ ഇതാ ക്യാരറ്റും ഉള്ളിയും ഒക്കെ നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ആ ക്യാരറ്റിൻ്റെ ആ റോ ടേസ്റ്റൊക്കെ പോയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആ തക്കാളിയും കൂടിയും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റാം. ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം. ഉണക്കമുളക് ചേർത്ത കാരണം എരിവ് നോക്കിയിട്ട് അതിനനുസരിച്ച് മുളക് പൊടി ചേർത്താൽ മതി. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വയ്ക്കുക. തക്കാളി അപ്പോൾ പെട്ടെന്ന് വെന്തിട്ട് നന്നായിട്ട് വഴന്ന് കിട്ടും. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് ഈ തക്കാളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ആ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരണം. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇങ്ങനെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരും. അപ്പോൾ അതിലത്തെ വെള്ളമൊക്കെ വറ്റിയിട്ട് നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് തണുത്തതിൻ്റെ ശേഷം ഇത് നല്ല തരിതരിപ്പായിട്ട് അരച്ചെടുക്കുക. വല്ലാതെ ഇങ്ങനെ മിനുസായിട്ട് അരച്ചെടുക്കില്ല. അത് ഇങ്ങനെ തരിതരിപ്പായിട്ട് അരച്ചെടുക്കുമ്പോഴാണ് ടേസ്റ്റ്. അതിൽ ചേർത്ത പരിപ്പൊക്കെ ഒന്ന് അരഞ്ഞു കിട്ടണം കേട്ടോ. ആ ഒരു രീതിയിൽ അരച്ചെടുക്കുക. ഇത് അമ്മിക്കല്ലിലാണ് അരച്ചെടുക്കുന്നതെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട് അരച്ചെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ മിക്സർ ജാറിലാണ് അരച്ചെടുത്തിരിക്കുന്നത്. വെള്ളം ഒട്ടും ഒഴിക്കാതെ നല്ല തരിതരിപ്പായിട്ടാണ് അരച്ചെടുത്തിരിക്കുന്നത് കേട്ടോ. ആ പരിപ്പും കൂടി അരയുന്ന രീതിയിൽ തരിതരിപ്പായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു ചട്നിയാണ് കേട്ടോ ഇത്. റെസ്റ്റോറൻറ്റിലൊക്കെ നല്ല മസാല ദോശയുടെ കൂടിയും അതുപോലെ തന്നെ പ്ലെയിൻ ദോശയുടെ കൂടിയും ഇഡ്ഡലിയുടെ കൂടെയൊക്കെ കിട്ടുന്ന ഒരു ചട്നിയാണിത്. ഇത് ഈവൻ നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെയും കഴിക്കാം. നല്ല ടേസ്റ്റുള്ള ഒരു ചമ്മന്തിയാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പം നമുക്ക് വേറെ ഈസി റെസിപ്പി വീണ്ടും കാണാം. താങ്ക്